സ്കൂളുകളിലെ പരിപാടികളിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ വിദ്യാർത്ഥികളെ നിയോഗിക്കരുതെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിന്റെ നിർദ്ദേശം. ഇത്തരം പ്രവർത്തനങ്ങൾ കുട്ടികളുടെ അന്തസ്സിനും അവകാശങ്ങൾക്കും വിരുദ്ധമാണ് എന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്. സനിറ്റയുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും. സനിറ്റ, ഒരുപക്ഷെ മാതൃകാപരമെന്നൊക്കെ വിശേഷിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയത്? വിശദാംശങ്ങൾ എന്താണ്? മാതൃകാപരമായ ഒരു തീരുമാനം തന്നെ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ സമീപകാലത്തൊക്കെ അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ നമ്മൾ ഒരുപാട് ഇത്തരത്തിൽ സ്കൂളുകളിലെ പരിപാടികൾക്ക് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഈ ഭക്ഷണവുമായൊക്കെ എത്തുന്ന അല്ലെങ്കിൽ അത് പങ്കിടുവാനോ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ കുട്ടികളെ ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സംസ്ഥാന സ്കൂളുകളിൽ വിവിധ പരിപാടികളിൽ ഈ ഭക്ഷണം പാനീയങ്ങൾ വിതരണം ചെയ്യുന്ന കുട്ടികളുടെ ഈ സേവനങ്ങൾ നിയോഗിക്കരുത് എന്നാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ മാതൃകാപരം തന്നെയാണ്. കാരണം കുട്ടികൾ ഇത്തരത്തിൽ സ്കൂളുകളിൽ പഠിക്കാൻ എത്തുന്ന കുട്ടികളാണ്. അവർ ഇത്തരത്തിൽ കാര്യങ്ങളിൽ ഏർപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിലയിരുത്തിയിരിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ കുട്ടികളെ അന്തസ്സിനെയും അവകാശങ്ങൾക്കും വിരുദ്ധമാണ് എന്ന് കൂടി ഇത്തരത്തിൽ ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഉത്തരവിൽ പറയുന്നുണ്ട്. എന്തായാലും പൊതു താല്പര്യ ഹർജി പ്രകാരമാണ് നിർദ്ദേശം നടത്തിയിരിക്കുന്നത്. ഗൗതം, ശരി, സനീറ്റയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സ്കൂളുകളിൽ ഇനി പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒക്കെ ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് വിദ്യാർത്ഥികളെ ഏർപ്പെടുത്തരുതെന്നാണ് ഡയറക്ടറേറ്റിന്റെ നിർദ്ദേശമുള്ളത്.